ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബ്രെഡ് ഓംലേറ്റ് ആണ്. ബ്രെഡ് ഓംലേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാലേ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നമുക്കിപ്പോൾ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒന്നും തയ്യാറാക്കാൻ ഒരു മൂഡില്ല, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ള സമയത്ത് അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ട് കഴിക്കാം. ഇപ്പോൾ പലർക്കും തോന്നുന്നുണ്ടാവില്ലേ ബ്രെഡ് ഓംലേറ്റിന് എന്തിനാ ഒരു റെസിപ്പി എന്നുള്ളത്. പക്ഷെ പലരും പല രീതിയിലല്ലേ ബ്രെഡ് ഓംലേറ്റ് തയ്യാറാക്കുക. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബ്രെഡ് ഓംലേറ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബ്രെഡ് ഓംലേറ്റാണ് തയ്യാറാക്കണത്. അപ്പോൾ 2 വലിയ മുട്ടയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്യണതായിരിക്കും കുറച്ചും കൂടി നല്ലത്, സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്യണേക്കാളും. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഓംലേറ്റ് നന്നായിട്ട് തന്നെ വരും. ഇപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ ബ്രെഡ് ഓംലേറ്റിൽ ബ്രെഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യണത്, എങ്ങനെ ഫോൾഡ് ചെയ്യണമെന്നുള്ളൊരു സംഭവമാണ് ഞാനിതിൽ കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്, വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഇനി നമുക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. 1 2 ഇട്ട് കൊടുക്കുക, അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച്. പിന്നെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് തന്നെ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ട് നമുക്കിനി ബ്രെഡ് ഓംലേറ്റ് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ, അത്രയൊക്കെ മതി. ഓയിൽ ഇതുപോലെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓയിൽ ഉപയോഗിച്ചെന്നുള്ളൂ. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തത് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലായിടത്തേക്കും. ഇനി നമുക്കൊരു ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. ബ്രെഡ് നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഇത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ ഈ മുട്ട മുഴുവനായിട്ട് അങ്ങോട്ട് കുക്കാവുന്നതിന് മുമ്പ് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിങ്ങോട്ടും മടക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഭാഗമൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മുട്ട ഒരുപാട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് മാറും. ഇപ്പം ഇതിൻ്റെ ബാക്ക് സൈഡും നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ഒരു മെത്തേഡും കൂടിയും കാണിച്ചു തരാം ഫോൾഡ് ചെയ്തെടുക്കണത്. ഈ സെയിം പാത്രത്തിലേക്ക് തന്നെ നമുക്ക് 2 മുട്ട ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്കും സവാള ചേർത്ത് കൊടുക്കാം, മല്ലിയില, പച്ചമുളക്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഇതിലേക്ക് ഞാനിനി കുറച്ച് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും കൂടിയും ഇട്ട് കൊടുക്കണം. അതിപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. ഇതും നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിയ പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ 3 എഗ്ഗ് എടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്.
ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് വലിയ പാനാണ് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടറിന് പകരം ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. തിരിച്ചു മറിച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഈ ബ്രെഡിൻ്റെ സൈഡ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കാരണം വേറെ ഒന്നുമല്ല, ഈ ബ്രെഡിൻ്റെ സ്ലൈസ് കുറച്ച് വലുതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാൻഡ്വിച്ച് ബ്രെഡാണ്. അപ്പോൾ 2 എണ്ണം വെച്ചിട്ട് കാണിക്കുമ്പോൾ എൻ്റെ തവയിൽ കൊള്ളില്ല. അത് കാരണമാണ് ഞാൻ സൈഡ്സ് കട്ട് ചെയ്തെടുത്തത്. കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബ്രെഡ് ഓംലേറ്റിന് നമ്മൾ സാധാരണ സൈഡ്സ് കട്ട് ചെയ്യാറില്ല. ഇതിപ്പോൾ ആവശ്യത്തിന് ടോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി, ഇത് മാറ്റാം. ഇനി തവയിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം. ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ബട്ടറിന് പകരം നമുക്ക് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മുട്ട ഒഴിച്ചു കൊടുക്കാം. എല്ലാവിടേക്കും നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ആവശ്യത്തിന് തന്നെ സ്പ്രെഡായി വന്നിട്ടുണ്ട് എല്ലായിടത്തേക്കും. ഇനി നമ്മളിപ്പോൾ എടുത്തു വെച്ച ബ്രെഡില്ലേ, അത് ഇതിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ. മുഴുവനായിട്ടല്ല, എന്നാലും അത്യാവശ്യം ഒന്ന് സെറ്റായിട്ട് വരണം. അപ്പോഴാണ് നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇത് ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് കുക്കായിട്ട് വരരുത്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അതിനുശേഷം ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഈ കാണുന്ന ഭാഗമില്ലേ, അതും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഭാഗവും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഭാഗം ഇതിൻ്റെ ഇപ്പോൾ ബാക്ക് സൈഡ് ഒന്ന് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരട്ടെ. അത് കഴിഞ്ഞ് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് തിരിച്ചിടുക. എന്നിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ബ്രെഡ് ഓംലേറ്റ് ഒക്കെ തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം എഗ്ഗ് ഉണ്ടെങ്കിൽ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. 2 രീതിയിലുള്ളതും. നമുക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബ്രെഡ് ഓംലേറ്റ് ആണ്. ഇത് ആദ്യം ഒന്ന് കട്ട് ചെയ്യാം. ഒന്നില്ലെങ്കിൽ സാൻഡ്വിച്ചിൻ്റെ ഷേപ്പിൽ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബ്രെഡ് ഓംലേറ്റ് സാധാരണ ഇങ്ങനെയല്ല നമ്മൾ കട്ട് ചെയ്യാം. ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയില്ലേ, അതും കട്ട് ചെയ്തെടുക്കാം. ഇതിനിപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. കണ്ടില്ലേ നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കുന്നത് പല രീതിയിലാണ്. ചിലയിടത്ത് ഇതുപോലെ ഒരു ബ്രെഡ് മാത്രം വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കും. ചിലയിടത്ത് ഈ ഒരു രീതിയിൽ ചെയ്യാറുണ്ട്. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പം നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ബ്രെഡ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റിൽ വേണ്ടു ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇത് നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തതിന് ചെറിയൊരു ബെല്ലൈക്കൺ കൂടി കാണാം. അതൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.